ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കുന്നു. എന്താണ് പറയേണ്ടത്? അതായത് നമ്മുടെ ജാസി ഞാനൊരു വീഡിയോയിൽ ജാസിയുടെ ഉമ്മ പറയുന്നത് കേട്ടു, ജാസി മറുപടി പറഞ്ഞ ആശി പറയുന്നത് കേട്ടു. അതിൻ്റെ കൂട്ടത്തിൽ വേറെ റിയാക്ഷൻ വീഡിയോയും കേട്ടു. ഇപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ ഒന്നുമല്ല, ഇതിൽ കണ്ടുമ്പോൾ നമുക്കൊരു മറുപടി പറയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടി പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. എന്തിനാണ് നമ്മൾ അള്ളാൻ്റെ പടപ്പുകളല്ലേ എല്ലാവരും, അവരെ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? കാരണം അവർ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ്, അവരുടെ ഉള്ളിൽ അവർ ആരാണോ അത് ആണ് എന്ന് തോന്നിയത് കൊണ്ട് ആണല്ലോ അവരതിന് മാറ്റാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയൊക്കെ വേദനകൾ സഹിച്ചും അപമാനം സഹിച്ചും ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കിയും ഇതേപോലെ സർജറികൾ ചെയ്തും ഹോർമോൺ വളർച്ചയ്ക്ക് വേണ്ടി ചികിത്സ എടുത്തും സൈക്യാട്രീനെ കണ്ടും ഇതേപോലെ ഒരാൾക്ക് ഒരാണിന് പെണ്ണാവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരാണാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്തിനാണ് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷേ ജാസി ഒരിക്കലും ആശയെ പിടിച്ച് വയ്ക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ ആശി 29 ജാസി ഒരു 29-30 വയസ്സുള്ളൊരു മെച്യൂരിറ്റി ആയൊരു ജെന്റിൽമാനാണ്. അവൻ്റെ കാര്യം തീരുമാനിക്കാനാണ് അവകാശമുണ്ട്. എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും സ്വന്തം ഉമ്മയെ കാണാൻ ആര് വിട്ടില്ലെങ്കിലും അതിപ്പോൾ എത്ര വലിയ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഭാര്യഭർത്താക്കന്മാരായാലും കൂട്ടുകാരായാലും ആരായാലും സ്വന്തം ഉമ്മയെ കാണാൻ പോകണമെങ്കിൽ പോയിരിക്കും. അതിനാരും തടസ്സമാവില്ല. അതാണ് ഉമ്മ ഒന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ജാസി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസിക്ക് നല്ല മുതലുണ്ട്, ദുബായിലൊക്കെ ഷോപ്പുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജാസി എപ്പോഴും ആശിയുടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവർക്കെപ്പോഴും ഒരു ടൂറിലാണ്, വീഡിയോസിലാണ്, കാര്യങ്ങളിലാണ്. ആരോ പറഞ്ഞ പോലെ മേലനങ്ങാതെ പണിയെടുക്കാതെ ജാസിക്കൊപ്പം ജീവിക്കാൻ. ജാസിയാണെങ്കിൽ ജാസിക്ക് ഇഷ്ടമായൊരു പൈസ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും വരാം എന്ന് വിചാരിച്ചുകൊണ്ട് ജാസിനെ ഉപേക്ഷിച്ച് ആശി പോവും എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം അവരുടെ സ്നേഹം പവിത്രമാണ് കണ്ടിട്ട്. പക്ഷെ മറ്റുള്ളവരൊരിക്കലും ഈ കുണ്ടൻ 9 എന്നൊന്നും പറഞ്ഞൊരിക്കലും അവരെ താഴ്ത്തി കെട്ടരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഉമ്മയുടെ വിഷമം ഉമ്മ പറയുന്നുണ്ടെങ്കിലും ആ ഉമ്മ ഒരിക്കലും ആണും പെണ്ണും കെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കാരണം ആ ഉമ്മക്കോ ആ ഉമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരവരുടെ മക്കളെ തള്ളിക്കളയുള്ളൂ. എല്ലാ നാട്ടുകാരെന്ത് പറഞ്ഞാലും നമ്മുടെ മക്കളെ തള്ളിക്കളയില്ല. പക്ഷേ ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പുറത്താക്കിയെന്നിരിക്കും, പക്ഷെ മനസ്സിനും തള്ളിക്കളയില്ല. അപ്പം നമുക്ക് ആരെയും ആണും പെണ്ണും കെട്ടവെന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. അത് അല്ലാഹ്ക്ക് മാത്രമാണ് അതിൻ്റെ ഇതുള്ളത്. നമ്മളൊരിക്കലും നമ്മുടെ വില നമ്മൾ താഴ്ത്തി കളയരുത്. എപ്പോഴും ഉമ്മ നല്ലൊരു ഉമ്മയായിട്ട് സംസാരിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ മോനും ഉമ്മയുടെ തന്നെ വന്നിരിക്കും. ഒരിക്കലും ഉമ്മയുടെ മോനും ഉമ്മടുത്ത് വരാതിരിക്കില്ല. ഉമ്മയുടെ അടുത്ത് വരും. ഉമ്മ കൊടുക്കേണ്ട പരിഗണനയും സ്നേഹവും ബഹുമാനവും ആ മോന് കൊടുത്ത് നോക്കിയിട്ട് ആ ഉമ്മയുടെ മോൻ ഉമ്മയുടെ അടുത്ത് തന്നെ വരും. പക്ഷേ എനിക്ക് ഡാൻസ്
മനുഷ്യരോട് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിയാസകത്തിന് സിയാക്ക് ആണാവായിരുന്നല്ലോ, ഇതല്ലേ കുട്ടിയുണ്ടായത്. ഇതെന്തുകൊണ്ട് ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നില്ല? അവരല്ലേ എന്നാൽ പിന്നെ അവരത് ചെയ്യണ്ടായിരുന്നു. ഇത് അച്ഛനും അമ്മയും ഒരാളല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പെണ്ണിൻ്റെ എല്ലാം ഉള്ളത് കൊണ്ടല്ലേ ആ കുട്ടി കുഞ്ഞിന് രൂപം കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് അത് ദിയ ചെയ്തില്ല? അപ്പോൾ ദിയ ശരിക്കും ആണായിരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് അത് ആണായിട്ട് ജീവിക്കുന്നു? അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല? അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. മാനസികമായിട്ടൊരു വിഷമം തോന്നി ഇതിനകത്ത് പറയുന്നത് കേട്ടപ്പോൾ. പക്ഷെ എനിക്ക് ജാസിയെ ഒത്തിരി 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 ഇഷ്ടമാണ്. അതുപോലെ ആശി